Then we are entering into theories of stresses. സ്ട്രെസ്സിനെ കുറിച്ച് മെയിൻ ആയിട്ടും പറഞ്ഞിട്ടുള്ള തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മേജർ തിയറീസിൽ വരുന്നതാണ് കാനോൺസ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡൽ, സെലസ് ജനറേഷണൽ അഡാപ്റ്റേഷൻ സിൻഡ്രം, ദ ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് സ്ട്രെസ്. ഈ 3 മോഡൽ ഓഫ് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ 3 തിയറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കാനോൺസ് fight or flight model. Cannon fight or flight model is the earliest model of stress. That means it was developed in 1932. This was called flight or fight model of stress. This suggests that external threat elicited this suggests that external stress elicited the fight or flight response involving an increased activities rate and increased arousal. ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ കാനൺ പറയുന്നത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ത്രെട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ സിറ്റുവേഷനോട് നമ്മൾ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ചലഞ്ചിങ് സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ, ആ ചാലഞ്ചിങ് സിറ്റുവേഷനിൽ നിന്ന് പിന്മാറും. അതാണ് ഈ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറൻസിയേഷനിൽ പറയുന്നത്. He suggests that the physiological changes enabled the individual either to escape from the source of stress or fight. ഒന്നുകിൽ നമ്മുടെ ബോഡിലി ആയിട്ടുള്ള ഫിസിയോളജിക്കൽ സിംറ്റംസ് വെച്ച് നമ്മൾ ആ സ്ട്രെസ്സിനോട് പൊരുതി നിൽക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യും. ഇതാണ് കാനോണിന്റെ ഫ്ലൈറ്റ് ഓഫ് ഫൈറ്റ് മോഡലിൽ പറയുന്നത്. കാനോണിന്റെ ആസ്പെക്റ്റിൽ കാനോൺ കൺസിഡർ ചെയ്യുന്നത്, കാനോൺ കൺസിഡേർഡ് സ്ട്രെസ് ടു ബി ആൻ അഡാപ്റ്റീവ് റെസ്പോൺസ് ആസ് ഇറ്റ് എനേബിൾഡ് ദ ഇൻഡിവിജ്വൽ ടു മാനേജ് എ സ്ട്രെസ്ഫുൾ ഇവന്റ്. സ്ട്രെസ്സിനെ ഒരു അഡാപ്റ്റീവ് റെസ്പോൺസ് ആയിട്ടാണ് കാനോൺ കാണുന്നത്. He also recognized that the prolonged stress could result in മെഡിക്കൽ പ്രോബ്ലംസ്. ഈ ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിൽ തന്നെ കാനോണിന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് ഒരുപക്ഷെ ആളുകളിൽ മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. Then Selle's general adaptation syndrome. Selle's general adaptation syndrome was developed in 1956 and described 3 stages in stress process. സ്ട്രെസ് പ്രോസസ്സിൽ 3 സ്റ്റേജസ് ഉണ്ടെന്നാണ് സെലൈസ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് അലാം സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആണ് റെസിസ്റ്റൻസ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആണ് എക്സോഷൻ സ്റ്റേജ്. ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടുള്ള അലാം സ്റ്റേജസ് ഡിസ്ക്രൈബ്ഡ് ആസ് increasing activity and occurred immediately the individual was exposed to a stressful situation. അലാം സ്റ്റേജിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു സാഹചര്യത്തോട് ഇൻഡിവിജ്വൽ എക്സ്പോസ്ഡ് ആവുന്ന, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനോട് എക്സ്പോസ്ഡ് ആവുന്ന ആ സ്റ്റേജിനെയാണ് അലാം സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് കഴിഞ്ഞ് ആ പേഴ്സൺ സെക്കൻഡ്ലി എൻ്റർ ഇൻ ടു റെസിസ്റ്റൻസ് സ്റ്റേജ്. Resistance stage which involved coping and attempt to reserve the effect of alarm stage. അതായത് ആ സിറ്റുവേഷനിൽ ഫസ്റ്റ് അലാം സ്റ്റേജിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസിനെ കോപ്പപ്പ് ചെയ്യുന്ന രീതിയിലും അതിനോട് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലും ഒരു ഇൻഡിവിജ്വൽ പ്രവർത്തിക്കുന്ന ആ സ്റ്റേജിനെയാണ് റെസിസ്റ്റൻസ് സ്റ്റേജ് എന്ന് പറയുന്നത്. Then a person enter into final stage as exhaustion, which was reached when the individual had been repeatedly exposed to the stressful situation and was incapable of showing further resistance. Resistant സ്റ്റേജിൽ ഒന്നെങ്കിൽ ഒരു പേഴ്സണ് ആ സിറ്റുവേഷനോട് പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് സ്റ്റേജും കഴിഞ്ഞ് ആ പേഴ്സൺ കുറച്ചും കൂടി സ്ട്രെസ്ഫുൾ ആയി റെസിസ്റ്റൻസിനോട് മുന്നിട്ട് നിൽക്കാൻ പറ്റാതെ എക്സോസ്റ്റഡ് ആവുന്നു. ആ സ്റ്റേജിനെയാണ് എക്സോഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു എക്സോഷൻ സ്റ്റേജ് റീച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് റെസിസ്റ്റൻസ് കപ്പാസിറ്റി കുറവായിരിക്കും. ദെൻ ഫൈനൽ മോഡലാണ്, ലാസ്റ്റ് മോഡൽ ഓഫ് സ്ട്രെസ് ആണ് ലാസറസിന്റെ ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്.
ട്രാൻസാക്ഷണൽ മോഡൽ ഓഫ് സ്ട്രെസ്സിൽ ലാസറസ് രണ്ട് രീതിയിലാണ് സ്ട്രെസ് റിലേറ്റഡ് അപ്രൈസൽ ഉണ്ടാകും എന്ന് പറയുന്നത്. പ്രൈമറി അപ്രൈസൽ ആയിട്ടും സെക്കൻഡറി അപ്രൈസൽ ആയിട്ടുമായിരിക്കും സ്ട്രെസ്സിനെ കാണുക എന്നുള്ള ഒരാശയമാണ് ലാസറസിന്റെ ട്രാൻസാക്ഷണൽ മോഡലിൽ പറയുന്നത്. Lazarus argued that stress involved a transaction between individual and their external world, and that a stress response was elicited if the individual apprised a potential stressful event as actually being stressful. So, based on Lazarus' observation, stress involved transaction between individual and their external world. ഒരു വ്യക്തിയുടെ ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ വേൾഡുമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നടക്കുന്നതെന്നാണ് ട്രാൻസാക്ഷണൽ മോഡലിൽ ലാസറസ് കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ലാസറസിന്റെ ഒബ്സർവേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെ പ്രൈമറി അപ്രൈസൽ ആയിട്ടും സെക്കൻഡറി അപ്രൈസൽ ആയിട്ടും അപ്രൈസലിന്റെ രീതിയിൽ, ഒരു വിലയിരുത്തലിന്റെ രീതിയിലായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ലാസറസ് പറഞ്ഞിട്ടുള്ളത്. So, according to Lazarus, the individual initially appraises the event itself, defined as primary appraisal. That means, ഒരു സിറ്റുവേഷനെ ഒരു ഇൻഡിവിജ്വൽ ഇനീഷ്യലി ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ ഇൻഡിവിജ്വൽ അതെന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് പ്രൈമറി, അല്ലെങ്കിൽ വിലയിരുത്തുന്നതിനെയാണ് പ്രൈമറി അപ്രൈസൽ എന്ന് പറയുന്നത്. ഇപ്പം ഒരു സിറ്റുവേഷനെ ഇറലവന്റ് ആയിട്ടായിരിക്കാം, പോസിറ്റീവ് ഹാംഫുൾ ആൻഡ് ത്രെട്ട് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഹാംഫുൾ ആൻഡ് ചാലഞ്ചിങ് ആയിട്ടായിരിക്കാം ഒരു സിറ്റുവേഷനെ മേ ബി ആ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയുമായിരിക്കാം ആ ഒരു സ്റ്റേറ്റിനെയാണ്, അല്ല ഇവന്റ് ഇറ്റ്സെൽഫ്, ഹൗ ദ പേഴ്സൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രെസ്ഫുൾ ഇവന്റ്, ദാറ്റ് ഈസ് കോൾഡ് primary appraisal. So, based on the primary appraisal, the person might have some kind of ideas about the stress event. Then Lazarus defining secondary appraisal. Secondary appraisal which involve the individual evaluating pros and cons of their different coping strategies. Primary appraisalന്റെ ഭാഗമായിട്ട് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഇറലവന്റ് ആണോ, ഹാംഫുൾ ആണോ, അതോ ത്രെട്ടനിങ് ആണോ, ഹാംഫുൾ ചലഞ്ചിങ് ആണോ, പോസിറ്റീവ് ആണോ എന്നൊക്കെ മനസ്സിലാക്കും. അതിനനുസരിച്ച് ഒരു കോപ്പിംഗ് മെക്കാനിസം കൂടെ ആളുകൾ മുന്നോട്ടേക്ക് വെക്കും. ഇതിന്റെ ഭാഗമായിട്ട് സെക്കൻഡറി അപ്രൈസൽ ഉണ്ടാവുമ്പം അയാൾ എടുത്ത കോപ്പിംഗ് സ്ട്രാറ്റജി പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ കോപ്പിംഗ് സ്ട്രാറ്റജി ബെറ്റർ ആണോ എന്നുള്ള ഒരു പ്രോസ് ആൻഡ് കോൺസ് വെച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് സെക്കൻഡറി അപ്രൈസലിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. സോ ഈ രണ്ട് അപ്രൈസൽസിന്റെയും ബേസിലാണ് ലാസറസ് ട്രാൻസാക്ഷണൽ മോഡൽസ് ഓഫ് സ്ട്രെസ്സിനെ പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ലാസറസ് മോഡൽസ്, സ്ട്രെസ് റെസ്പോൺസ് ക്യാൻ ടേക്ക് ഡിഫറെന്റ് ഫോംസ്. ഒരു സ്ട്രെസ് റെസ്പോൺസ് വ്യത്യസ്തമായ രീതിയിൽ നടക്കും എന്നാണ് ലാസറസ് പറയുന്നത്. ഒന്ന് ഡയറക്റ്റ് ആക്ഷൻ ആയിരിക്കാം, സീക്കിംഗ് ഇൻഫോർമേഷൻ, ഡൂയിങ് നത്തിങ്, developing a means of coping with the stress in terms of relaxation or defense mechanism. സ്ട്രെസ് റെസ്പോൺസുകൾ എങ്ങനെയൊക്കെ ആകാം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്നുകിൽ നമ്മളൊരു സ്ട്രെസ് ഇവന്റിനോട് ഡയറക്ട്ലി ആക്ഷൻ എടുത്തിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതിനോട് ഡയറക്ട്ലി നമ്മൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കാണിക്കുക, ദേഷ്യപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക, അങ്ങനെ ഒരു ഡയറക്റ്റ് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. സീക്കിംഗ് ഇൻഫോർമേഷൻ, ഇത് ഈ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റിനോട് ചിലപ്പം കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്തപ്പം നമ്മൾ മറ്റൊരാളുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കാര്യം ചോദിച്ച് അതിനെ ഇൻഫോർമേഷൻസ് കണ്ടെത്തി ചെയ്യുന്നതാണ് സീക്കിംഗ് ഇൻഫോർമേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എസ്കേപ്പിംഗ് പോലെ, ഡൂയിങ് നത്തിങ്, ഒന്നും ചെയ്യാണ്ടിരിക്കുക, സിറ്റുവേഷനോട് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ദെൻ ഡെവലപ്പിംഗ് മീൻസ് ഓഫ് കോപ്പിംഗ് with stress in terms of relaxation or defense mechanism. അതായത് ഒന്നുകിൽ നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള റിലാക്സേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഡിഫൻസ് മെക്കാനിസംസ് യൂസ് ചെയ്തിട്ട് സ്ട്രെസ്സിനോട് നമ്മുടെ റെസ്പോൺസ് കാണിക്കുക എന്നുള്ളതാണ് ഈ സ്ട്രെസ് റെസ്പോൺസുകളിൽ പറയുന്നത്. So in this session we are discussed about what is stress, what is stressor, different type of stressors and theories of stresses. Thank you.